ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ GST ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാർട്ട് 6 ക്ലാസ്സാണ് ഇന്നത്തേത്. ഇതിനു മുൻപുള്ള വീഡിയോസ് കാണാത്തവർ അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സഡ് സപ്ലൈ എന്നുള്ളൊരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ള വേർഡ് GST ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ള വേർഡ് നമുക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷേ ആക്ച്വലി നമ്മൾ ഇത്തരം സർവീസസ് അവൈൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മുടെ വാഹനം, കാറോ ബൈക്കോ ആയിക്കോട്ടെ, അത് നമ്മളൊന്ന് റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്തെല്ലാം സർവീസസ് ആയിരിക്കും ലഭിക്കുക? തീർച്ചയായും ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ ഒരു ലേബർ സർവീസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുകൂടാതെ നമ്മുടെ വാഹനത്തിൻ്റെ ഏതെങ്കിലും സ്പെയർ പാർട്സൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് അവർ നമുക്ക് തരാറുണ്ട്, അല്ലേ? റീപ്ലേസ് ചെയ്ത് പുതിയത് വെച്ചിട്ട് നമുക്ക് തരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചത് ലേബർ സർവീസ് പ്ലസ് ഈ പറഞ്ഞ പോലെയുള്ള സ്പെയർ പാർട്സൊക്കെ റീപ്ലേസ് ചെയ്ത് പുതിയത് വെച്ച് തരികയും ചെയ്തു. ഇത് തന്നെയാണ് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന ഒരു 10,000 റുപ്പീസിനാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് ഒറ്റ ചാർജേ ഉണ്ടാവുള്ളൂ. അതിലെന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും? ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജസ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം സെപ്പറേറ്റ് ചാർജ് ചെയ്തിട്ടല്ല നമുക്ക് തരിക. ആ ഒറ്റ എമൗണ്ട് എത്രയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ എമൗണ്ട്, ആ ഒരു എമൗണ്ടിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതും കോമ്പോസിറ്റ് സപ്ലൈക്ക് എക്സാമ്പിളാണ്. ഇനി നമ്മളൊരു DTH പാക്കേജ് എടുക്കാം. DTH പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് സെറ്റപ്പ് ബോക്സ് കിട്ടും, അതുപോലെ അതിലൊരു 500 ചാനൽസിൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും, റിപ്പയറിങ് ആൻഡ് മെയിൻ്റനൻസ് സർവീസ് നമുക്ക് അവൈൽ ചെയ്യാം. ഇതെല്ലാം കൂടെ ഒറ്റ പാക്കേജ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതും കോമ്പോസിറ്റ് സപ്ലൈക്ക് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, CGST ആക്ട് സെക്ഷൻ 8 ടാക്സ് ഓൺ കോമ്പോസിറ്റ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ മീൻസ് എ സപ്ലൈ കൺസിസ്റ്റിംഗ് ഓഫ് 2 or more goods or services that are naturally bundled and supplied together in the ordinary course of business. ഒരു ബിസിനസ്സിൽ ഒന്നോ അതിലധികമോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ നാച്ചുറലി അത് ഒരുമിച്ചാണ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത് ഒരുമിച്ചാണ് എങ്കിൽ അത്തരം ഗുഡ്സ് ഓർ സർവീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഓഫ് ദം ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാണ്, അല്ലേ? അതിലെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത് എയർ ട്രാൻസ്പോർട്ട് സർവീസാണ് അതിൻ്റെ പ്രിൻസിപ്പൽ സപ്ലൈ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻഷുറൻസ് കവറേജും അതുപോലെ ഫുഡ് ആൻഡ് ബിവറേജസും ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വാഹനം റിപ്പയർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന കാര്യം ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതിൽ റിപ്പയറിങ് സർവീസാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈയിൽ മെയിനായിട്ട് അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുണ്ടായിരിക്കും. കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒന്നിൽ കൂടുതൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സർവീസസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള GST റേറ്റ് ആയിരിക്കും. എങ്കിൽ കൂടിയും അതൊരു കോമ്പോസിറ്റ് സപ്ലൈ ആയതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണോ അതിന് വരുന്ന GST റേറ്റ് ആയിരിക്കും ടോട്ടൽ കോമ്പോസിറ്റ് സപ്ലൈയുടെ മേലെ ചുമത്തപ്പെടുന്നത്. കോമ്പോസിറ്റ് സപ്ലൈയുടെ പ്രധാന പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. നാച്ചുറലി ബണ്ടിൽഡ് ടുഗദർ. ഇനി അതിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടായിരിക്കും. ഇനി ആ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് റേറ്റ് ആണ് കോമ്പോസിറ്റ് സപ്ലൈക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മിക്സഡ് സപ്ലൈ. മിക്സഡ് സപ്ലൈയുടെ മീനിങ് പറയുന്നതിന് മുൻപ് നമുക്ക് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കോംബോ പാക്ക് ഓഫേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ് ഇതെല്ലാനും കൂടി നമുക്കൊരു സിംഗിൾ പ്രൈസിന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 199 റുപ്പീസിന് ലഭിക്കുകയാണെങ്കിൽ ഇതിനെയാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഫെസ്റ്റിവൽ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻ ഫുഡ്സ്, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, കേക്ക്സ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാനും കൂടി ഒറ്റ പാക്കായിട്ട് ഒരു സിംഗിൾ പ്രൈസിന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് മിക്സഡ് സപ്ലൈ എന്ന് പറയാം. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. Mixed supply means a combination of 2 or more individual goods or services supplied together for a single price, but they are not naturally bundled and can supplied separately. Mixed supply എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ്
ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നു, ഒരു സിംഗിൾ പ്രൈസിന് സപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഇവയൊന്നും നാച്ചുറലി ബണ്ടിൽഡ് അല്ല, ഒരുമിച്ച് കൊടുക്കപ്പെടേണ്ടവയല്ല. ഇത് സെപ്പറേറ്റും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത, സിംഗിൾ പ്രൈസിന് ഇവയെല്ലാം ഒരുമിച്ച് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് മിക്സഡ് സപ്ലൈ ആകുന്നത്. ഇനി ഇതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. GST ചാർജ്, ഇവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്ന ഈ പല ടൈപ്പ് ഓഫ് ഗുഡ്സിൽ ഏത് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനാണോ ഹയസ്റ്റ് GST റേറ്റ് വരുന്നത്, ആ റേറ്റ് ആയിരിക്കും മിക്സഡ് സപ്ലൈയുടെ ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ടൂത്ത് ബ്രഷിൻ്റേത് 5% GST ആണെന്ന് വിചാരിക്കുക. ടൂത്ത് പേസ്റ്റിൻ്റേത് 12% ആണ് അതിൻ്റെ GST റേറ്റ് വരുന്നത്. സോപ്പിൻ്റേത് 18% ആണ്. ഇത് മൂന്നുമാണ് നമ്മൾ കോംബോ പാക്കായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിക്സഡ് സപ്ലൈയുടെ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഏറ്റവും ഹയസ്റ്റ്, ഈ കോംബോ പാക്കിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഓഫ് GST ഏത് പ്രൊഡക്റ്റിൻ്റെയാണോ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റാണ് മിക്സഡ് സപ്ലൈയുടെ ടാക്സ് ആപ്ലിക്കബിൾ. അങ്ങനെ വരുമ്പോൾ ഈ എക്സാമ്പിളിൽ GST ആപ്ലിക്കബിൾ 18% ആണ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പോസിറ്റ് സപ്ലൈ മിക്സഡ് സപ്ലൈയും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ഒന്ന് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈയിൽ നാച്ചുറലി ബണ്ടിൽഡ് ആണ്, മിക്സഡ് സപ്ലൈ അങ്ങനെയല്ല, നോട്ട് നാച്ചുറലി ബണ്ടിൽഡ്. അത് സെപ്പറേറ്റ് വേണമെങ്കിലും സെയിൽ ചെയ്യാം. ഇനി കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതേസമയം മിക്സഡ് സപ്ലൈയിൽ പ്രിൻസിപ്പൽ സപ്ലൈ ഇല്ല. ഇനി ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് കോമ്പോസിറ്റ് സപ്ലൈയിൽ പ്രിൻസിപ്പൽ സപ്ലൈയുടെ ടാക്സ് ഏതാണോ അതാണ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അതേസമയം മിക്സഡ് സപ്ലൈയിൽ ടാക്സ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് ആ കോംബോ പാക്ക് ആണെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഐറ്റം ഏതാണോ ആ റേറ്റ് ആയിരിക്കും മിക്സഡ് സപ്ലൈയുടെ ടാക്സ് ആപ്ലിക്കബിൾ. ഇനി എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. കാർ സർവീസ് ചെയ്യാൻ കൊടുക്കുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. കോമ്പോസിറ്റ് സപ്ലൈയിൽ മിക്സഡ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ, ഫെസ്റ്റിവൽ പാക്കൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട്, കോംബോ പാക്കുകളൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇനി നമുക്കൊരു MCQ നോക്കാം. നമ്മളീ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും വരുന്ന ഒരു MCQ ആണ് ഇത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്ന് നോക്കാം. എ, കോമ്പോസിറ്റ് സപ്ലൈ അട്രാക്ട്സ് GST അറ്റ് ദ ഹയസ്റ്റ് റേറ്റ്. കോമ്പോസിറ്റ് സപ്ലൈക്ക് വരുന്ന GST റേറ്റ് ഏതാണ്? GST റേറ്റ് വരുന്നത് പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ റോങ് ആണ് അല്ലേ. ഇനി ബി നോക്കാം. മിക്സഡ് സപ്ലൈ അട്രാക്ട്സ് GST അറ്റ് ദ പ്രിൻസിപ്പൽ സപ്ലൈ റേറ്റ്. മിക്സഡ് സപ്ലൈക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റ് ഏതാണ്? അതിലുള്ള ഏറ്റവും ഹയസ്റ്റ് ടാക്സ് ഐറ്റം വരുന്ന ഐറ്റം ഏതാണോ അതേ ടാക്സ് റേറ്റ് തന്നെയാണ് മിക്സഡ് സപ്ലൈക്കും വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ബി റോങ് ആണ്. ഇനി സി നമുക്ക് നോക്കാം. കോമ്പോസിറ്റ് സപ്ലൈ ഹാസ് എ പ്രിൻസിപ്പൽ സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഇൻക്ലൂഡഡ് ആണ്, അത് കറക്റ്റാണ് അല്ലേ. അപ്പോൾ സി റൈറ്റ് ആണ്. ഇനി ഡി നോക്കാം. മിക്സഡ് സപ്ലൈ ഈസ് നാച്ചുറലി ബണ്ടിൽഡ്. മിക്സഡ് സപ്ലൈ നാച്ചുറലി ബണ്ടിൽഡ് ആണോ? അല്ല അല്ലേ. ഏതാണ് നാച്ചുറലി ബണ്ടിൽഡ് ആയിട്ട് വരുന്നത്? കോമ്പോസിറ്റ് സപ്ലൈ ആണ് നാച്ചുറലി ബണ്ടിൽഡ്. അപ്പോൾ ഡി റോങ് ആണ്. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സിലബസിൽ വരുന്ന അക്കൗണ്ടിങ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.